കാരണം എന്താണ്? അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയുന്ന കാര്യമില്ല. നിങ്ങൾ ഡ്രൈവ് ടെസ്റ്റ് ആരുടെ ടെസ്റ്റാ വന്നത് ഇവിടെ? ഞാൻ എന്റെ മകളുടെ ടെസ്റ്റിനാണ് വന്നത്. അപ്പൊ ഇവരുടെ പ്രതിഷേധമാണല്ലോ. പക്ഷേ ഇപ്പൊ നമ്മളെന്ത് ചെയ്യാന്? എനിക്കെതിരെയുള്ള പ്രതിഷേധമല്ല. ടെസ്റ്റിനെത്തിയ 3 പേർക്ക് ടെസ്റ്റിനുള്ള അവസരം ഒരുക്കിയത്. അതിൽ ഒന്ന് മോട്ടോർ വെഹിക്കിൾ ഓഫീസർ ഇൻസ്പെക്ടർ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി AS വിനോദിന്റെ മകളായിരുന്നു. 2 തവണ ഫെയിലായ ശേഷം 3ാമത്തെ സ്ലോട്ട് ലഭിച്ച് വന്നതായിരുന്നു. പക്ഷേ റോഡ് ടെസ്റ്റ് കിട്ടിയെങ്കിലും എച്ച് ടെസ്റ്റിന് കയറിയ സമയത്ത് അത് പരാജയപ്പെട്ടു പോവുകയായിരുന്നു. ഈ സമയത്ത് വലിയ പ്രതിഷേധം ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആദ്യം ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഇടപെട്ട് ടെസ്റ്റിനെത്തിയവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും കൂക്കുവിളികളും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ആ സമയത്താണ് പരിഭ്രാന്തിയിലായിപ്പോയി ആ കുട്ടിക്ക് ടെസ്റ്റ് പരാജയപ്പെട്ടു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇപ്പോൾ മറ്റ് 2 പേർക്ക് ബൈക്കിന്റെ റോഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റോഡ് ടെസ്റ്റിനെത്തിയവരെയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ അവർക്കിപ്പോൾ വേണ്ട സജ്ജീകരണം ഒരുക്കിക്കൊണ്ട് റോഡ് ടെസ്റ്റ് നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൊട്ടിപ്പുറത്തായിട്ട് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ഉണ്ടെങ്കിലും അവരിപ്പോൾ വലിയ ബഹളമൊന്നും വെക്കുന്നില്ല. എന്നാൽ നേരത്തെ ഈ എച്ച് ടെസ്റ്റിനെത്തിയ സമയത്തായിരുന്നു വലിയൊരു പ്രതിഷേധം മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർ നടത്തിയത്. ഇപ്പം എന്തായാലും സുഗമമായിട്ട് 3 പേർക്കുള്ള ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഒരു എച്ച് ടെസ്റ്റ് അതിൻ്റെ റോഡ് ടെസ്റ്റ് ജയിച്ചിരുന്നു. പക്ഷേ എച്ച് ടെസ്റ്റ് പരാജയപ്പെട്ടു പോയി. ഇപ്പോൾ 2 പേർക്കുള്ള ബൈക്കിൻ്റെ റോഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ പ്രതിഷേധങ്ങളൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ സുഗമമായിട്ട് അത് നടക്കുന്നുണ്ട്. നേരത്തെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർശനമായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ആരെങ്കിലും ആ സ്ലോട്ട് എടുത്ത് ഇന്ന് ടെസ്റ്റിന് വന്നാൽ അവർക്ക് ഉറപ്പായും ടെസ്റ്റിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണമെന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള പോലീസ് സുരക്ഷയിൽ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ ഒരു റോഡ് ടെസ്റ്റ് നടത്തുന്നത്. സുഗമമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ സാർ? ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം മോട്ടോർ സൈക്കിൾ ടെസ്റ്റ് നടത്തുമ്പോൾ സുഗമമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഇഷ്യൂ ഒന്നുമില്ല. കർശന നിർദ്ദേശം ഉണ്ടായിരുന്നില്ലേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏത് ഇതിനെ ടെസ്റ്റ് നടത്താം? തീർച്ചയായിട്ടും. പത്രത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിരുന്നു. തൊട്ടിപ്പുറത്തായിട്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ അപ്പുറത്തായിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാരും നിൽക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം അവരും ഉയർത്തിയിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ വലിയ സമരം നടക്കുകയാണ്. തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് വരെ സമരവുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകാരും ഉറപ്പിച്ച് പറയുന്നത്. ഇപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഇവർ ഈ റോഡ് ടെസ്റ്റിന് തടയുന്നില്ല, നോക്കി നിൽക്കുകയാണ്. ആക്സിഡന്റ് കൊടുക്കാതെ വണ്ടി ഓടിക്കുന്നത് സാറിനല്ല നോക്കേണ്ട, റോഡാണ് നോക്കേണ്ടത്. സാറിന് എന്തൊരു നോക്കാതിരിക്കുന്നത്? സാറിന് എന്തൊരു നോക്കാതിരിക്കുന്നത്? വണ്ടി വെച്ച സ്ഥലം കണ്ട സാറേ നോക്കാൻ പറ. വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ട് നിർത്ത്. വണ്ടി വെച്ച സ്ഥലം നോക്കാൻ പറ.